മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും നിരവധി വീടുകൾ തകർന്നു. പത്തനംതിട്ടയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പലയിടത്തും മരം വീണും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ ചെമ്പഴന്തി, കഴക്കൂട്ടം, നെടുമങ്ങാട്, കിളിമാനൂർ തുടങ്ങിയ ഇടങ്ങളിലായി 6ഓളം വീടുകളാണ് തകർന്നത്. കേശവദാസപുരത്ത് അപകടാവസ്ഥയിലായ ഫ്ലക്സ് ബോർഡിന്റെ കൂറ്റൻ കമാനം മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മണിക്കൂറുകളായി വൈദ്യുത ബന്ധവും താറുമാറായി. മരവും വൈദ്യുത തൂണുകളും ഒടിഞ്ഞു വീണ ട്രെയിൻ ഗതാഗതവും സ്തംഭിച്ചു. അഗ്നിരക്ഷാസേനയുടെ തിരുവനന്തപുരം നിലയത്തിൽ മാത്രം ഇന്നലെ 77 അപകടങ്ങളുണ്ടായെന്നാണ് കണക്ക്. കൊല്ലത്ത് ശക്തമായ കാറ്റിൽ വാഹനങ്ങൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. 22 വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഫയർഫോഴ്സോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ എത്തുന്നില്ലെന്ന പരാതിയും ഉയർന്നു. പത്തനംതിട്ടയിലും ശക്തമായ മഴ തുടരുകയാണ്. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. വിവിധയിടങ്ങളിൽ മരങ്ങളും ഒടിഞ്ഞു വീണു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.